ലോക മഹായുദ്ധം അകലെയല്ല എന്ന സന്ദേശമാണ് റഷ്യ ഉക്രൈൻ യുദ്ധം നൽകുന്നത്. ഉക്രൈൻ നൽകിയ തിരിച്ചടി അതേ നാണയത്തിൽ നൽകാനാണ് പുടിന്റെ പടപ്പുറപ്പാട്. എന്നാൽ അത് എത്രത്തോളം എളുപ്പമാകില്ല എന്ന തരത്തിലും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. പല യൂറോപ്യൻ രാജ്യങ്ങളും ഉക്രൈനെ സഹായിക്കുന്നു എന്ന ആരോപണവും വ്യാപകമാവുകയാണ്. അതിനിടയിലാണ് റഷ്യയുടെ വ്യോമതാവളങ്ങൾ തകർത്ത ഉക്രൈൻ നീക്കത്തിന് പിന്നിൽ ബ്രിട്ടൻ ആണ് എന്ന ആരോപണവുമായി റഷ്യ രംഗത്തെത്തിയിരിക്കുന്നത്. റഷ്യ നടത്തുന്ന അധിനിവേശത്തിനെതിരെ പോരാടുന്ന ഉക്രൈന് പിന്തുണയുമായി നാറ്റോ സഖ്യകക്ഷികൾ രംഗത്തുണ്ടെങ്കിലും അതൊന്നും കൂസാതെയാണ് വ്ളാഡിമിർ പുടിന്റെ പോക്ക്. ഉക്രൈനെ കീഴടക്കിയാൽ കൂടുതൽ രാജ്യങ്ങളെ റഷ്യ ഉന്നം വെക്കുമെന്ന ഭയം യൂറോപ്പിനുമുണ്ട്. അമേരിക്ക ഉൾപ്പെടുന്ന നാറ്റോ സഖ്യകക്ഷികൾ ഇക്കാര്യത്തിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. അതിർത്തികൾ സംരക്ഷിക്കാനായി കൂടുതൽ വിഹിതം സൈനിക ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കാൻ നാറ്റോ അംഗരാജ്യങ്ങൾ അടുത്തിടെ തീരുമാനിച്ചിരുന്നു. നാറ്റോയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി വിനിയോഗിക്കലിനാണ് ഓരോ രാജ്യങ്ങളും തയ്യാറെടുക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള ഭീഷണി തന്നെയാണ് നാറ്റോ രാജ്യങ്ങളെ ഇത്തരത്തിൽ സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിലേക്ക് നയിക്കുന്നത്. എയർ ഡിഫൻസ് സിസ്റ്റം, ദീർഘദൂര മിസൈൽ, കവചിത വാഹനങ്ങൾ, ഡ്രോൺ അടക്കം തന്ത്രപരമായ ശാക്തീകരണമാണ് രാജ്യങ്ങൾ നടത്തുന്നത്. ഓരോ രാജ്യങ്ങളും വ്യത്യസ്തമായിട്ടാണ് പ്രതിരോധ മേഖലയ്ക്കായി ചെലവഴിക്കൽ വർദ്ധിപ്പിക്കുന്നത്. ഓരോ അംഗരാജ്യവും മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 5% പ്രതിരോധ ബജറ്റിനായി മാറ്റിവെക്കണമെന്നാണ് US ആവശ്യപ്പെടുന്നത്. 3.5% യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നതിനും 1.5% വിഹിതം റോഡ്, പാലങ്ങൾ, തുറമുഖങ്ങൾ എന്നിവയ്ക്കായിട്ടും യുദ്ധമുണ്ടാകുന്ന പക്ഷം സൈന്യത്തിന് കൂടുതൽ വേഗത്തിൽ നീങ്ങുന്നതിനാണ് ഇത്. US-ന്റെ ആവശ്യത്തോട് മിക്ക രാജ്യങ്ങളും നോ പറഞ്ഞിട്ടുണ്ട്. GDP-യുടെ നല്ലൊരു പങ്ക് പ്രതിരോധത്തിനായി നീക്കിവെക്കുന്നത് മിക്ക രാജ്യങ്ങളെയും സാരമായി ബാധിക്കും. പല രാജ്യങ്ങളും 2% പോലും പ്രതിരോധ ബജറ്റിനായി മാറ്റിവെക്കാൻ കഷ്ടപ്പെടുകയാണ്. നാറ്റോയിൽ ചേരാനുള്ള ഉക്രൈന്റെ താൽപര്യങ്ങളാണ് റഷ്യയെ ചൊടിപ്പിച്ചതും പെട്ടെന്നുള്ള അധിനിവേശത്തിലേക്ക് നയിച്ചതും. തങ്ങൾക്കൊപ്പമുള്ള ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ നാറ്റോ അംഗരാജ്യത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയെന്നതാണ് നാറ്റോയുടെ പ്രഖ്യാപിത നിലപാട്. ഉക്രൈൻ അംഗമല്ലാതിരുന്നത് നാറ്റോ രാജ്യങ്ങൾക്ക് റഷ്യ അധിനിവേശത്തിനെതിരെ നേരിട്ട് ഏറ്റുമുട്ടാൻ സാധിക്കാതിരുന്നതിന് കാരണമായി. നാറ്റോ രാജ്യങ്ങൾക്കെതിരെ റഷ്യ യുദ്ധത്തിന് വന്നാൽ 30 ദിവസത്തിനുള്ളിൽ അതിർത്തിയിലേക്ക് 3 ലക്ഷം സൈനികരെ എത്തിക്കാൻ പറ്റുന്ന പദ്ധതികളാണ് സംഘടന തയ്യാറാക്കുന്നത്. അടുത്ത 5 മുതൽ 10 വർഷത്തിനുള്ളിൽ പ്രതിരോധ സംവിധാനം സുസജ്ജമാക്കുകയെന്ന ലക്ഷ്യവും സൈന്യത്തെ നവീകരിക്കുന്നതിലൂടെ നാറ്റോയ്ക്കുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രതിരോധ മേഖലയ്ക്ക് വലിയ വിഹിതം യൂറോപ്യൻ രാജ്യങ്ങൾ മാറ്റിവെച്ചിരുന്നില്ല. പുതിയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നെതർലൻഡ്സും സ്വീഡനും US-ൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അതേസമയം യുദ്ധകാലത്ത് ഇസ്രയേലിന്റെ ആയുധ വ്യാപാരം വർദ്ധിപ്പിച്ചപ്പോൾ നേരെ തിരിച്ചാണ് റഷ്യയ്ക്ക് സംഭവിച്ചത്. ഉക്രൈനുമായി തുടരുന്ന യുദ്ധം റഷ്യയ്ക്ക് വലിയ നഷ്ടമാണ് ആയുധ കച്ചവടത്തിന് ഉണ്ടാക്കിയത്. യുദ്ധം മൂലം വിതരണ ശൃംഖല തടസ്സപ്പെട്ടതും ഉൽപാദനം യുദ്ധകേന്ദ്രീകൃതമായതും റഷ്യയ്ക്ക് തിരിച്ചടിയായി. ഇതോടെ റഷ്യയെ ആശ്രയിച്ചിരുന്ന ചില രാജ്യങ്ങൾ ഇസ്രയേലിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയെന്നാണ് വിലയിരുത്തൽ. യുദ്ധവും ഉപരോധങ്ങളും നിമിത്തം റഷ്യയ്ക്ക് പല രാജ്യങ്ങളിലേക്കും ആയുധ വ്യാപാരം നടത്താനായില്ല. ഈ വിടവിലേക്ക് ഇസ്രയേൽ കടന്നുകയറുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.